പിച്ചു സുധീയുടെ വിഷയത്തിൽ ഇപ്പം നടക്കുന്നത് അനാവശ്യമായ ഒരു ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരമ്മയും മകനുമാണ്. പിന്നെ അമ്മയ്ക്ക് സുഖമില്ല, അവർ വലിയ അസുഖമായിട്ട് ഹോസ്പിറ്റലിലാണ്. പക്ഷേ അവൻ കാണാൻ വന്നില്ല. ശരിയാണ്, അത് അമ്മയുടെ കൂടെ ആ സമയത്ത് ഉണ്ടാകേണ്ട മകനാണ്. എന്നാൽ അവൻ കാണാൻ വന്നില്ല. പക്ഷേ അമ്മയ്ക്ക് ഡയറക്റ്റ് "എടാ മോനെ, നീ എന്തിനാ അമ്മേനെ കാണാൻ വരായിരുന്നു, അമ്മയ്ക്ക് വയ്യല്ലടാ" എന്ന് പറഞ്ഞാൽ അവിടെ തീരുന്നൊരു പ്രശ്നമായിരുന്നു. അത് ആ അമ്മ സോഷ്യൽ മീഡിയയിൽ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം നമ്മളെ മകനല്ലേ, അവൻ എന്നെ നോക്കുകയോ നന്നാക്കുകയോ ഒന്നും വേണ്ട, അവൻ നന്നായി കണ്ടാൽ മതി എന്ന് മാത്രമല്ലേ നമ്മൾ ആഗ്രഹിക്കാറ്. അല്ലാതെ അവൻ എന്നെ എല്ലാ ദിവസവും കെയർ ചെയ്യണം അങ്ങനെയല്ലല്ലോ. നമ്മളെ മക്കൾ നന്നായി കാണണം. പക്ഷേ അവനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ആൾക്കാർ ഇതിനെക്കുറിച്ച് നിറയെ സംസാരിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ പോയിൻ്റ് ഇതാണ്, അവരമ്മയും മകനുമാണ്. പക്ഷേ ആ അമ്മ ഒരു അവസ്ഥയിൽ, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് "എടാ നീ എന്നെ കാണാൻ വന്നില്ല" എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉറപ്പായിട്ടും അവനെതിരെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വരികയും ആൾക്കാർ വെറുക്കുകയും ചെയ്യും. അത് ആ അമ്മയ്ക്കും അറിയായിരിക്കും. അല്ലാതെ അവർ പറയുന്നത് എന്തിനാ അങ്ങനെ പറയാൻ പോയത്, അത് മോശം തന്നെയാണ്. അങ്ങനെ പറയരുത്. അവർ യുവാവാണ്, അവരൊക്കെയാണ് നമ്മളെ പുതിയ തലമുറ. എന്തെങ്കിലും തെറ്റുകൾ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മാറി സ്വന്തമായിട്ട് ബിസിനസ്സും കാര്യങ്ങളും എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ നന്നായി പോട്ടെ. അതാണ് വേണ്ടത്. എല്ലാവരും ഇപ്പോൾ അച്ഛൻ ആൻ്റിയുടെ ഒരു മറ്റേ പള്ളിയിലെ അച്ഛൻ എന്തൊക്കെയോ ഒന്ന് പറയുന്നുണ്ട്. അവരുടെ കുടുംബകാര്യം അവർ വിട്ടേക്കും. അവർ പിന്നെ അവരിപ്പോൾ അവർക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അവരങ്ങനെ ജീവിച്ച് പോട്ടെ. ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക. അവൻ ബിഗ് ബോസിൽ പോവുകയോ ഇവിടെ പോവുകയോ ആൾക്കാർക്ക് അവരുടെ ക്യാരക്ടർ ഇഷ്ടപ്പെടണമെങ്കിൽ അവർക്കൊരു വീടോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ പ്രൈസും കിട്ടില്ലേ, രക്ഷപ്പെട്ടു പോട്ടെ, അങ്ങനെ വിചാരിക്കും. ഓക്കെ, നന്ദി, താങ്ക് യു.